മലയാളത്തിലെ ഏറ്റവും നല്ല ദമ്പതിമാരാണ് സുൽഫത്തും മമ്മൂട്ടിയും എന്ന കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയോട് സുൽഫത്ത് വഴക്കിട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ ഇത് കുറച്ച് പഴയ സംഭവമാണ്. മമ്മൂട്ടിയും മണിയൻ പിള്ള രാജുവും ചേർന്നാണ് തന്റെ വിവാഹം നടത്തിയതെന്ന് ഒരു അഭിമുഖത്തിൽ ശ്രീനിവാസൻ പറഞ്ഞിരുന്നു. ശ്രീനിവാസന് താലി വാങ്ങാനുള്ള കാശ് കൊടുത്തത് മമ്മൂട്ടിയായിരുന്നു. ആ സംഭവത്തിനു സാക്ഷിയായ മണിയൻ പിള്ള രാജു തന്റെ അനുഭവം പറഞ്ഞത് ഇങ്ങനെയാണ്. IV ശശി സംവിധാനം ചെയ്ത അതിരാത്രത്തിന്റെ ചിത്രീകരണ വേളയിൽ ശ്രീനിവാസന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ കല്യാണമാണ്. പക്ഷേ ശ്രീനിവാസൻ താലിമാല പോലും വാങ്ങിയിട്ടില്ല. പണത്തിന് ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. ശ്രീനിവാസൻ എന്റെ അടുത്ത് വന്നിട്ട് മാല വാങ്ങാൻ കുറച്ച് പണം കടം കൊടുക്കണം എന്ന് പറഞ്ഞു. സത്യത്തിൽ എന്റെ കയ്യിൽ കടം കൊടുക്കാനുള്ള പണം ഇല്ലായിരുന്നു. 500 രൂപ പോലും തികച്ചെടുക്കാനില്ല. പക്ഷേ ശ്രീനിയെ സഹായിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമാണ്. ഞാൻ ചെന്ന് മമ്മൂട്ടിയോട് വിവരം പറഞ്ഞു. മമ്മൂട്ടി ശ്രീനിയെ റൂമിലേക്ക് വിളിച്ചിട്ട് വഴക്കു പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നോട് വേണ്ടി ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് മമ്മൂട്ടി വഴക്കു പറഞ്ഞത്. ശേഷം താലിമാല വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് 3000 രൂപ കൊടുത്തു. മമ്മൂട്ടി ഈ വിവരം സുൽഫത്തിനോട് പറഞ്ഞു. അത് കേട്ടതും സുൽഫത്ത് മമ്മൂട്ടിയോട് ദേഷ്യപ്പെട്ടു. ശ്രീനിവാസനെ പോലെ ഒരു നടൻ താലിമാല വാങ്ങാൻ കടം ചോദിക്കുമ്പോൾ 3000 രൂപയാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചായിരുന്നു സുൽഫത്ത് മമ്മൂട്ടിയോട് വഴക്കു പറഞ്ഞത്. തന്റെ കയ്യിൽ അപ്പോൾ 3000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ ഒരു 10000 രൂപയെങ്കിലും കൊടുക്കാമായിരുന്നു എന്നാണ് സുൽഫത്ത് പറഞ്ഞത്. ലോകത്ത് ഏറ്റവും നല്ല 5 ഭാര്യമാരെ തിരഞ്ഞെടുത്താൽ അതിലൊന്ന് സുൽഫത്ത് ആയിരിക്കുമെന്നും മണിയൻ പിള്ള രാജു പറയുന്നു. കാരണം ഇത്രയും നല്ല പെരുമാറ്റം വേറൊരു ഭാര്യമാരിലും കണ്ടിട്ടില്ല. മമ്മൂട്ടിയുടെയും മക്കളുടെയും വിജയത്തിന് കാരണം സുൽഫത്താണ്, മണിയൻ പിള്ള രാജു പറയുന്നു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.